ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എഫക്റ്റീവായ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ്. ഞാൻ നേരത്തെ 5 EMIയുടെ ഒരു സെല്ലിംഗ് വീഡിയോ ഇട്ടിരുന്നു. ഇത് 5 EMI ഉപയോഗിച്ച് എങ്ങനെ ബൈ ചെയ്യാൻ നോക്കാം. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇൻഡെക്സിലാണ്, നിഫ്റ്റി 50 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതൊക്കെയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് നമുക്ക് വേണ്ടത്. ടൈം ഫ്രെയിം ഇവിടെ 15 മിനിറ്റ്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു EMI ലൈൻ എടുക്കുക, അതായത് EMIയുടെ ലെങ്ത് 5 ആയിരിക്കണം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് എപ്പോഴാണ് സ്റ്റോക്കിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്യാൻഡിൽ EMI ലൈനിൽ നിന്ന് താഴെ വന്നിരിക്കുന്നത്, ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ക്യാൻഡിൽ EMIയുടെ താഴെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ഈ അലേർട്ട് ക്യാൻഡിലിന് മുകളിൽ എപ്പോഴാണ് സ്റ്റോക്ക് വരുന്നത്, പ്രൈസ് പോകുന്നത്, നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് 1:3 ആണ്. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിലായിട്ട്, ചെറിയ ക്യാൻഡിലാണ് അലേർട്ട് ക്യാൻഡിൽ. കാരണം ഈ ക്യാൻഡിലിനും EMIക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ഇതിന് മുകളിൽ, ഈ ക്യാൻഡിലിന് മുകളിലാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ അലേർട്ട് ക്യാൻഡിലിൻ്റെ താഴെ ആയിരിക്കണം, ഈ ഭാഗത്തായിരിക്കണം വയ്ക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.